ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, മക്കളുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. 116-ാം ദിനം ഈ രാത്രിയിൽ ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ. മാതാപിതാക്കൾ നമ്മൾ ഓരോരുത്തരും മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വലിയ ശുശ്രൂഷ. പ്രിയ മാതാപിതാക്കളെ, മക്കളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ദുഃഖത്തിൽ, വിലാപത്തിൽ, നിരാശയിൽ കഴിയുന്ന പ്രിയ മക്കൾ, ഏതെങ്കിലും പ്രതിസന്ധിയിൽ ഈ ആധുനിക യുഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ മീഡിയയുടെയോ തെറ്റായ ബന്ധത്തിൻ്റെയോ ദുരുപയോഗം വഴിയായി മക്കളിലേക്ക് വന്നിട്ടുള്ള ഏതെങ്കിലും വേദനകളോ വിലാപങ്ങളോ ഏതെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ, പ്രിയമക്കളെ പെട്ടുപോയി എന്നുള്ള അവസ്ഥയുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്തുവാൻ ഏതെങ്കിലും തരത്തിലുള്ള ദുശ്ശീലങ്ങൾ, അഡിക്ഷൻ, ഗെയിമിൻ്റെയൊക്കെ അടിമത്തം നമ്മുടെ മക്കളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, മൊബൈൽ ഫോണിലൂടെയും ഇൻ്റർനെറ്റിലൂടെയൊക്കെ കടന്നു വന്ന് സാമ്പത്തിക തകർച്ചടക്കം വന്ന് അതിൽ നിന്ന് പിന്മാറാൻ പറ്റാതെ അടിമപ്പെട്ട് സങ്കടത്തിൽ കഴിയുന്ന മക്കളെ നമുക്ക് സമർപ്പിക്കാം. ജീവിതത്തിലെ പരാജയം ഓർത്ത്, വേദനകളോർത്ത് വിഷമിക്കുന്ന മക്കൾ, ഏതെങ്കിലും രീതിയിൽ സങ്കടങ്ങൾ, കണ്ണുനീരുണ്ടെങ്കിൽ, പ്രിയ മാതാപിതാക്കളെ, ഈ ദിവസം നമുക്ക് മക്കളുടെ അനുഗ്രഹത്തിനായി, സങ്കടങ്ങളുടെ വിടുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറമ്യ പ്രവാചന പുസ്തകം 31-ാം അധ്യായം 13-ാം വചനം ഈ രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും, അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആശ്വാസദായകനായ കർത്താവിലേക്ക് മക്കളെ ചേർത്ത് വയ്ക്കാം. മക്കളെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ വേദനകളെയും ചേർത്ത് വെച്ച് കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൃപ, കർത്താവിന് തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആ രക്തത്താൽ, ജലത്താൽ മക്കൾ കൃപയാൽ നിറയട്ടെ. ഹൃദയശാന്തതയും എളിമയുമുള്ള അവിടുത്തെ തിരുഹൃദയത്തിൽ നമ്മുടെ മക്കളെ ഹൃദയങ്ങളും ചേർത്ത് വെച്ച് എല്ലാ ഭാരങ്ങളും വിട്ടുമാറി, ദുഃഖം മാറി, സന്തോഷം നിറയുവാൻ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ജെറമിയ 31:13 ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും, അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും അനുഭവങ്ങളെ ആരോഗ്യകരമായി, സന്തോഷകരമായി അവിടുന്ന് മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിത തകർച്ചയ്ക്ക് കാരണമാകുന്ന എല്ലാ അടിമത്തങ്ങൾ, എല്ലാ വേദനകൾ ഇന്ന് തന്നെ വിട്ടുമാറട്ടെ. ഞങ്ങളുടെ മക്കൾ ആരോഗ്യപൂർണ്ണവും സന്തോഷവും ഹൃദയസമാധാനവും അനുഭവിച്ചുകൊണ്ട് ഈശോയെ അങ്ങേ തിരുഹൃദയ തണലിൽ ഞങ്ങളുടെ മക്കൾ ജീവിക്കുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.